ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, പിതാവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് എന്ത് ശക്തിയാണുള്ളത്? നമുക്ക് എന്തെങ്കിലും ശക്തി വല്ലതും ഉണ്ടോ മനുഷ്യന്? ദൈവം തരുന്നതല്ലാതെ നമുക്ക് യാതൊന്നുമില്ല. ദൈവം എന്താണോ തരുന്നത് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ പുറകിന് ഓടുക. എന്ത് നേട്ടമാണ് അതുകൊണ്ടുള്ളത്? ഓടാനായിട്ട് തയ്യാറാകുന്നവര് തിരിഞ്ഞു നോക്കുന്നത് മരണാനന്തരമാണ്. അന്നേരം തിരിഞ്ഞു നോക്കിക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മത്തായി 16:26 മനുഷ്യ നീ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതിന് പകരമായിട്ട് എന്ത് കൊടുക്കും? ഈ ലോകസമ്പത്തെല്ലാം ഒന്നുപോലെ ചേർത്ത് കൊടുത്താൽ ഒരാത്മാവിന് വിലയായിട്ട് തീർക്കും. ഈ ലോകസമ്പത്തെല്ലാം കൂടെ വിറ്റ് പിറകി കൊടുത്താൽ ഒരാത്മാവിന് വിലയായിട്ട് തീരുന്നില്ല. അപ്പോഴ് ഒരാത്മാവിന്റെ വില എത്രമാത്രം ഗൗരവമാർന്നതാണ്. നമ്മൾ ജോലി, വേല, കാശ് എന്നെല്ലാം പറഞ്ഞ് നടന്നിട്ട് അവസാനം മരിച്ചതിന് ശേഷമാണ് വൻ തകർച്ചയിലേക്ക് എന്ന് എത്തുന്നത്. ആത്മാവിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യുക എന്നല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ നിന്നിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിനെ രക്ഷപ്പെടുത്തുക, ആ നിത്യതയിലാകാനായിട്ട് ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. ഇത് മാത്രമാണ് ദൈവം നമ്മളൊക്കെ തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ 100 കൂട്ടം കാര്യങ്ങളുടെ പുറകിന് പോകുമ്പോൾ ആത്മാവിനെ കുറിച്ച് ആരാ തിരിച്ചറിയുന്നത്? നമ്മൾ പറയുന്നല്ലേ അതൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ്. ഇപ്പോ എല്ലാം ഉണ്ടോ കാര്യങ്ങള്? ഇപ്പൊ ജോലി, പൈസ ഉണ്ടാക്കുക, ജീവിക്കുക. എന്നാല് ഈ ഭൂമിയിൽ വെച്ച് നീ അറിയേണ്ടതായ കാര്യങ്ങളെല്ലാം തന്നെ ആരിലൂടെയാണ് അറിയുന്നത്? മുന്നോട്ട് പോയിട്ട് കരഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. ആത്മാവിന്റെ കാര്യത്തിലായാലും കേൾക്കുവോ? കേൾക്കാൻ പറ്റുമോ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താവോ ഭാര്യയോ മക്കളോ ആരായിരുന്നാലും മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ ആത്മാവ് നമ്മുടെ അടുക്ക് വന്ന് നിൽക്കും. അബോർഷൻ ഉണ്ടായിരിക്കുന്ന ആൾക്കാർക്ക് ഇതാണ് വരുന്ന സംഭവം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അബോർഷനായി പോയിട്ടുണ്ടെങ്കിൽ ആ അബോർഷൻ ചെയ്ത് കളഞ്ഞതോ തന്നെ പോയതായിട്ടുള്ള ആ കുഞ്ഞുങ്ങൾ നിങ്ങളോട് കൂടെ തന്നെ വളർന്നുകൊണ്ടിരിക്കുക അവര്. അതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തില്
പല രീതിയിലുള്ള തകർച്ചകള്, സാമ്പത്തിക ബാധ്യതകള്, ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് ഐക്യമില്ലായ്മ, ഉറക്കമില്ലാഴിക, പിന്നുള്ള മക്കൾക്ക് സമാധാനമില്ല, മന്ദബുദ്ധി പോലത്തെ ജീവിതം. എന്ത് ചെയ്താലും അതെല്ലാം പരാജയമടയുന്ന അവസ്ഥ. അമ്മയ്ക്ക് എപ്പോ കണ്ട നേരവും ശാരീരിക രോഗങ്ങള്, ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോ നോക്കിയാലും എതിർപ്പും പിണക്കവും, കാണാതിരിക്കുമ്പോ വലിയ സ്നേഹവും, കണ്ടു കഴിഞ്ഞാല് അതിഭയങ്കരമായിട്ടുള്ള എതിർപ്പും, അംഗീകരിക്കാൻ പറ്റില്ല. അബോർഷനായി പോകുന്ന കുഞ്ഞുങ്ങള് നിങ്ങളോട് കൂടെ തന്നെ അവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ അസ്വസ്ഥതകൾക്കെല്ലാം കാരണമായിട്ട് തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അടുത്ത സമയത്ത് ഒരു അമ്മച്ചി എന്നെ വിളിച്ചായിരുന്നു. പറഞ്ഞതായിരുന്നു, പിന്നെ ബ്രദറ് ഇങ്ങനെ അബോർഷനൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരി ആരോ പറയുന്നത് കേട്ടോണ്ട് പള്ളി ചെന്നേച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു അനാഥ കൊച്ചിന് വേണ്ടി ഒരു കുർബാന നടത്തും. അബോർഷൻ ചെയ്ത് കളഞ്ഞ കൊച്ചിന് വേണ്ടിയിട്ട് കുർബാന ചൊല്ലിച്ചാണ്, അനാഥ കൊച്ചിന് വേണ്ടിയിട്ട് കുർബാന ചൊല്ലിച്ചാണ്. അവര് മൊത്തം തകർന്നു പോയി. എല്ലാ സാമ്പത്തികവും തകർന്ന് തരിപ്പണമായി. യാതൊന്നുമില്ലാതെ ശൂന്യതയിൽ വന്നെത്തി. എന്നോട് പറഞ്ഞ് ആകെ തകർന്ന് യാതൊന്നുമില്ല, ഒരു രൂപയ്ക്ക് ഇന്ന് ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ലക്ഷങ്ങളുടെ കൈകാര്യം ചെയ്തതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോഴേ നിങ്ങൾ അബോർഷൻ ചെയ്ത് കളഞ്ഞ കുഞ്ഞിനെ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ, ഓർക്കാതെ, നിങ്ങൾക്ക് പിന്നുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ആലോചിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് നിങ്ങൾ കൊന്നു കളഞ്ഞ കുഞ്ഞ്. ഏത് പ്രായത്തിലാണോ ഉള്ളത് അതേ പ്രായത്തിൽ തന്നെ എപ്പോൾ വരെ അവരെ നിങ്ങൾ സ്വസ്ഥാനത്ത് ഏൽപ്പിക്കുന്നില്ല അതുവരെ നിങ്ങളുടെ കൂടെ തുടരും. ഒരു സമാധാനം ഉണ്ടാകത്തില്ല. അങ്ങനെ ഈ രണ്ട് പിള്ളേരൊക്കെ ഉള്ളിടത്ത് എപ്പോഴും ഭയങ്കര കുരുത്തക്കേട്, അടിയും ഉപദ്രവവും അനുസരണയില്ലായ്മയും രോഗങ്ങളും എല്ലാം ഇങ്ങനെ വരുന്നത്. ഹല്ലേലൂയ. 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 അവരുടെ ആത്മാവ് നമ്മളുടെ കൂടെ നിൽപ്പുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിന് ഒരുപാട് പ്രക്രിയകളുണ്ട്. ഇവിടെ അബോർഷൻ ചെയ്ത വ്യക്തികളൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇതിനകത്ത് വന്ന് കയറിപ്പോന്നതിൽ പോണം 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 എന്നുള്ള ചിന്ത ഇങ്ങനെ അവരെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുക. അബോർഷനിലൂടെ സംഭവിക്കുന്ന അവസ്ഥകൾ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല, അത്രമാത്രം ഗൗരവം. ചെറുതല്ലത്, ഒരുപാട് ഗൗരവമായിട്ട് മാറുന്നത്. ജീവിതം തന്നെ പരാജയമായി പോകും. അതുപോലെ തന്നെ പ്രസവം നിർത്തിയിട്ടുള്ള സ്ത്രീകൾ, ഒരിക്കലും സ്ത്രീ പ്രസവം നിർത്താൻ പാടില്ല. ജീവന്റെ അരുവിയാണ് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്, മുറിച്ച് കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രസവം നിർത്തിയിട്ടുള്ളവർക്ക് ജീവിതകാലം നടുവേദന ഒഴിയത്തില്ല. നിങ്ങൾക്ക് എന്ന് വരെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന അന്ന് വരെയും നടുവേദന, ഉദര സംബന്ധമായിട്ടുള്ള വേദനകള്, ശാരീരിക അസ്വസ്ഥതകള് ഒഴിയാതെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ തന്നെയാണ് ഇതെല്ലാം ഏറ്റുമേടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഒരിക്കലും പ്രസവം നിർത്താനായിട്ട് കർത്താവ് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ജീവന്റെ അരുവിയാണ് നമ്മൾ മുറിച്ച് നശിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് പലരുടെയും അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ട്. പല വ്യക്തികളുടെയും അവസ്ഥ കാണുന്നുണ്ട്. ആഹപ്പാടെ 2 കൊച്ചുങ്ങളല്ല, ഒരെണ്ണം. ഈ അടുത്ത സമയത്ത് ഇവിടെ അടുത്ത ഒരു സ്ഥലത്ത് 2 മക്കളുണ്ടായിരുന്നു. അവര് 3 പേര് വെളുപ്പിന് നടക്കാൻ പോയി. ഒരു ലോറി വന്നിടിച്ച്
രണ്ടുപേരും ഒന്നുപോലെ മരിച്ചുപോയി. പിന്നെ വേറെ ഇല്ല, പിള്ളേരില്ല. ഒരു കൊച്ചുണ്ടായിരുന്നത് വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. മുറിക്കുമ്പോ അറിയുന്നുണ്ടോ ഇങ്ങനെയൊക്കെ വരുമെന്ന്? അറിയുന്നുണ്ടോ? ഇതിനകത്ത് ഫോട്ടോ കിടക്കുന്ന ഒരു ഡോക്ടർ കുഞ്ഞുങ്ങളില്ല, 16 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന് കർത്താവ് കുഞ്ഞിനെ കൊടുത്ത്, ആദ്യം ഒരു കുഞ്ഞുണ്ടായി, പെങ്കൊച്ചായിരുന്നു. അതിനാണ്ട് 2 വയസ്സായപ്പോൾ രണ്ടാമത് വീണ്ടും ഗർഭിണിയായി. പരിശോധന നടത്തി കഴിഞ്ഞപ്പോഴേ ഇരട്ട കുഞ്ഞുങ്ങൾ. എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ, ഒരെണ്ണത്തിനെ തന്നെ നോക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്, ഇതിനെ കളഞ്ഞേക്കാം, ഇല്ലാത്തതിനെ അങ്ങ് കളഞ്ഞേക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. 2 കുഞ്ഞുങ്ങളെ എങ്ങനെയാ നോക്കുന്നത്? ഞാൻ പറഞ്ഞ ആദ്യം കിട്ടിയതും നിങ്ങൾ ഇതിനെ കളഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആദ്യം കിട്ടിയതും കാല് വഴുതി വീണോ ശ്വാസം മുട്ടലായിട്ട് അത് ചത്തുപോകും. അങ്ങനെ ഇപ്പോഴ് ദൈവത്തെ പ്രാഗിയും ശപിച്ചുമൊക്കെ വളർത്തുക 3 പിള്ളേർ. 16 വർഷം ഇല്ലാതെ നടന്ന് കരുത്തിലും നെഞ്ചത്തിടിയൊക്കെ നടന്നിട്ട് ഇപ്പോഴ് ശപിച്ചും പ്രാഗിയൊക്കെയാണ് അവര് ആ കൊച്ചുങ്ങളെ നോക്കുന്നതും വളർത്തുന്നതും. പ്രൈസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെല്ലാം മേളമാണെന്നറിയാവോ? ഒരു കുഞ്ഞിനെ തന്നാ മതി, ഇയാള് നോക്കിക്കോളാം, വളർത്തിക്കോളാം, ഒന്നുണ്ടാകണം, അപ്പോഴാ അറിയുന്നത്. 2 3 വയസ്സാകുമ്പോൾ പോലെ തന്നെ അതിനോട് പറയാൻ തുടങ്ങി, എത്ര പാലാ നിനക്ക് തന്നത്, എന്തുമാത്രം കാശാ ചെലവാക്കിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് കാരണം നമ്മളിൽ തന്നെ ഉണ്ട്. വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷമൊക്കെ വെച്ച് പുലർത്തിയാൽ കുട്ടികളുണ്ടാകത്തില്ല. സ്ത്രീകള് ചെറുപ്രായം മുതലേ ജീൻസ് പാൻറ് അല്ലെങ്കിൽ ഈ ഒരുപാട് ടൈറ്റായി കിടക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് ബുദ്ധിമുട്ട് വരും. കാരണം അവരുടെ ഓവുലേഷനൊക്കെ പ്രശ്നമായിട്ട് തീരും. ഇത് പുരുഷന്മാരിലും ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകും. ഇട്ടോണ്ട് നടക്കുമ്പോഴൊക്കെ നല്ല രസമാണെന്നൊക്കെ തോന്നും, പിന്നെ കരയാനായിട്ട് തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഇതിനകത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഇവിടെ വന്ന് കുടിക്കുമ്പോഴും ഒക്കെ 2 കുഞ്ഞുങ്ങളെ കർത്താവ് ഈ സമൂഹത്തിന് വെച്ച് നീട്ടുന്നുണ്ടായിരുന്നു. ഒരു ആൺകുട്ടി, ഒരു പെൺകൊച്ചുമാണ്. ഒരാണും ഒരു പെണ്ണുമാണ് 2 കുട്ടികൾ. അപ്പൊ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഉണ്ടെങ്കിൽ എണ്ണിച്ച് നിൽക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. അതാണ് പെൺകുട്ടിയെയും ആൺകുട്ടിയെയും കർത്താവ് വെളിപ്പെടുത്തിയത്. ബാക്കിയുള്ളവരുടെ നേരെ കരങ്ങളെ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. ഉണങ്ങാത്ത മുറിവുകളുള്ള 2 പേരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നുണ്ട്. ഉണങ്ങാത്ത മുറിവുകളുള്ള 2 പേര്, അങ്ങനെയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി, ശക്തമായിട്ടുള്ള കിതപ്പ്, എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഭയങ്കര അണപ്പ്, ഇങ്ങനെയുള്ള അവസ്ഥ